10ലധികം ഡോക്ടർമാര് മെഡിക്കൽ കോളേജില് MD മയക്കുമരുന്ന് പഠിക്കുകയാണ്. അത് എവിടെ കിട്ടിയ ശീല? അവർ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ നാഥനില്ലാതെ പോയി അവിടെ നടക്കുന്ന പേക്കുത്തുകൾ എന്താണുള്ളത് രക്ഷിതാക്കൾ അറിയുന്നില്ല. എന്റെ മകൾ ചെന്നൈയിലാ പഠിക്കുന്നത്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലാ പഠിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ പർദ്ദയായിരിക്കും. ആ പർദ്ദയുടെ ഉള്ളിൽ സ്കിൻ ഫിറ്റ് ഫാനാണ്, ജീൻസിന്റെ ടൈറ്റ് ഫിറ്റ് ഫാനാണ്. അവര് ബസ്സിലേക്ക് കയറുമ്പോ, ട്രെയിനിലേക്ക് കയറുമ്പോ ഈ പർദ്ദ ഒരു വേഗത്തിൽ തിരുകുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. തിരിച്ചു വരുമ്പോ നമുക്ക് പേരറിയാത്ത വിവിധങ്ങളായ മയക്കുമരുന്ന് അടിമയാണ്. ഇഷ്ടം പോലെ കാശ് അവരെ കയ്യിലുണ്ട്. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു നമ്മൾ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യ ആണതോ, ആത്മീയ വിദ്യ യാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ നല്ലതാണ്, അത് വേണ്ടാന്നാലും പറയില്ല. ഇന്ന് നമ്മുടെ ഏത് ആർമി കോളേജുകൾ നോക്കിയ കാര്യങ്ങള് അവിടെയൊക്കെ നല്ല ഭൗതിക കോഴ്സുകളുണ്ട്. കേരളത്തിൽ എവിടെയാണ് വഴുതിയിലോ കാണികള്? എവിടെയാണ് ജർമ്മൻ ഭാഷ, സ്പാനിഷ് ഭാഷ, ചൈനീസ് ഭാഷ? നമ്മൾ സാധാരണ ഇംഗ്ലീഷും അറബിയും ഇംഗ്ലീഷും എല്ലായിടത്തും ഉണ്ട്. ഇതൊന്നും അല്ലാത്ത ഭാഷകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ നൂറാളികൾ ഡോക്ടറേറ്റ് എടുത്ത് ഇറങ്ങി വന്നു. അവർക്കൊക്കെ ധാർമ്മിക വിദ്യാഭ്യാസമുണ്ട്, ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം. അങ്ങനെ രണ്ട് വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. വെറും കേവലം ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഒഴുക്കുന്ന ഈ ഏർപ്പുകളും നമ്മൾ ചെലവഴിക്കുന്ന പണങ്ങളൊക്കെ നിശ്വലമായി പോകാത്ത രൂപത്തിൽ നമുക്ക് ഉപകാരപ്പെടണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്ത് ഈ മക്കളാണ്. ആ മക്കളൊക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളായി നമുക്ക് ലഭിക്കണം. അല്ലാഹു തആല അത്തരത്തിൽ നമ്മുടെ മക്കളെ, നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മാതാപിതാക്കളെയും നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ